ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അശ്വതി ആരാണെന്നുള്ള സത്യം വസുന്ധര മനസ്സിലാക്കി. അശ്വതിയോട് വളരെ ദേഷ്യത്തോടെയാണ് ഇപ്പോൾ വസുന്ധരയുടെ പെരുമാറ്റം. അന്നിട്ട മോതിരം വരെ തിരികെ ചോദിക്കുന്നു. എന്നാൽ അശ്വതി അത് കൊടുക്കില്ല എന്ന് വാശി പിടിക്കുന്നുണ്ട്. ഇത് എൻ്റെ ശ്രീമോളുടെ മുത്തശ്ശി എനിക്ക് തന്ന മോതിരമാണ്. എന്നെ കൊന്നാലും ഞാൻ ഈ മോതിരം തിരികെ തരില്ല. ഒക്കെ ഞാൻ ആദിത്യനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും വീണ്ടും എനിക്ക് പറയാൻ ഒരു ഉദ്ദേശവും ഇല്ല എന്ന് അശ്വതി പറഞ്ഞപ്പോൾ വസുന്ധര ചോദിക്കുന്നുണ്ട്, അരുണിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാണോ നിന്റെ ഭാവം? അമ്മേ, എനിക്ക് ആരുടെയും ജീവിതത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ല. പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കടക്കാൻ ഞാൻ ആരെയും സമ്മതിക്കത്തുമില്ല. വസുന്ധര പറയുന്നു, ഞാൻ മുമ്പ് നിന്നോട് ചെയ്ത ചില കാര്യങ്ങൾ ഏതൊരമ്മയും ചില ഘട്ടങ്ങളിൽ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഏതമ്മയും ചെയ്തു പോകുമെന്ന് പറയണ്ട, ചില അമ്മമാര് ചെയ്യും, അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് അശ്വതി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു, അങ്ങനെയെങ്കിൽ അങ്ങനെ നീ ഈ നാട് വിട്ടു പോകണം. യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞത് മുതൽ ഞാൻ ആകെ തകർന്നു നിൽക്കുകയാണ്. എൻ്റെ അത്രയും തകർന്നിട്ടില്ലല്ലോ അമ്മേ. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ നാട്ടിൽ വന്നത് അരുണിനെ സ്വന്തമാക്കാനോ അരുണിൻ്റെ കൂടെ ജീവിക്കാനോ അല്ല. പിന്നെ നിന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ എൻ്റെ വീട്ടിൽ ആർക്കൊക്കെ അറിയാം? ആദ്യയെ കൂടാതെ ശ്യാമയ്ക്കറിയാം, പിന്നെ അമൃതയ്ക്കും അറിയാം അല്ലേ എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അശ്വതി. അമ്മ അവരോട് ചോദിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ശ്യാമയെ പോലെ ഒരു മരുമക്കളെ കിട്ടിയത് അമ്മയുടെ ഭാഗ്യമാണ്. ശ്യാമയെക്കുറിച്ച് നീ പറയാതെ തന്നെ എനിക്കറിയാം. ഏതായാലും നിന്നോട് ഞാൻ അപേക്ഷിക്കുകയാണ്, നീ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകണം എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു, ഞാൻ എന്തായാലും ഈ നാട് വിട്ടു പോകില്ല. അതിനെന്നെ നിർബന്ധിക്കുകയും വേണ്ട. സ്നേഹത്തോടെ വസുന്ധര പറയുന്നു, മോളെ, നീ ഞങ്ങളുടെ കുടുംബം തകർക്കരുത്. അരുണിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അത് കേട്ട് അശ്വതിയും സ്നേഹത്തോടെ തന്നെ പറയുന്നു, അമ്മേ, അരുണിന്റെ ജീവിതത്തിൽ ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും വരില്ല. അതുപോരെ, പക്ഷേ ഞാൻ ഇവിടുന്ന് പോവില്ല. അത്രയും പറഞ്ഞ് അശ്വതി അവിടെ നിന്ന് പോയപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് വസുന്ധര. പിന്നീട് കാണിക്കുന്നത് അഖിലും വിവേകും തമ്മിൽ സംസാരിക്കുന്നു. സ്റ്റുഡിയോയുടെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഒരു സ്റ്റുഡിയോ ലീസിനെടുക്കാം. അപ്പോൾ പിന്നെ വേറെ ആരുടെയും സ്റ്റുഡിയോ നോക്കി പോവേണ്ട കാര്യമില്ലല്ലോ. അത് നല്ല ഐഡിയ ആണ്. അപ്പോൾ പിന്നെ കൃത്യമായിട്ട് ആൽബവും മറ്റോ ഇറക്കാനും കഴിയും. അതെ, അതിൽ ഇനി ശ്യാമയുടെ മനസ്സ് യാതൊരു കാരണവശാലും ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല. ബിസിനസ് ഒക്കെ വിട്ടേക്ക്, പാട്ട് പാട്ട് പാട്ട്, അത് മതി എപ്പോഴും മനസ്സിൽ. ശശികുമാർ സാർ പറഞ്ഞതുപോലെ ദിവസമുള്ള സാധകം മറക്കരുത് എന്ന് വിവേക് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു, അതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ദാ ഇപ്പോൾ ശ്യാമയ്ക്ക് പഴയ നിരാശയൊക്കെ മാറി തുടങ്ങി. വീട്ടിലും ഏതാണ്ട് സമാധാനത്തിന്റെ അന്തരീക്ഷമാണ്. വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ മാറി. അമ്മയ്ക്കായിരുന്നല്ലോ മുമ്പ് ശ്യാമയോട് ഒരു പരിഭവവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. നന്നായി, എല്ലാ പ്രശ്നങ്ങളും മാറണം. പ്രത്യേകിച്ച് അമ്മയുടെ ഒരു സ്നേഹവും സഹകരണവും എപ്പോഴും ശ്യാമയ്ക്ക് ഉണ്ടായിരിക്കണം എന്ന് വിവേക് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു, ശ്യാമ പാട്ടുകാരിയാണ് എന്നുള്ള സത്യം അമ്മയെ അറിയിക്കണോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം അമ്മ ഒന്ന് ഞെട്ടും, പിന്നെ അമ്മ വാനം മുട്ടെ വളരെ സന്തോഷത്തോടെ ഉയർന്നു നിൽക്കും. വൈകാതെ തന്നെ അമ്മയോട് മാത്രമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം. ഒരുപാട് കാലം ഇതൊന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലല്ലോ. 2 ആൽബം കൂടി പുറത്തു വന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഇതൊക്കെ എല്ലാവരോടും പറയാം. അതൊരു വമ്പൻ ന്യൂസുമാക്കാം. എന്തായാലും ബുധനാഴ്ചത്തെ റെക്കോർഡിംഗ് വളരെ ഗംഭീരമാക്കണം. നാളെ കുറച്ച് സമയം ശ്യാമ സാധകത്തിനായി മാറ്റിവെക്കും എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് എല്ലാവർക്കുമായി ഭക്ഷണം ടേബിളിന്റെ അരികിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് മരുമക്കൾ 3 പേരും. അതിനിടയിൽ അമ്മയുടെ കാര്യം സംസാരിക്കുന്നുണ്ടവർ. എനിക്ക് തോന്നുന്നത് അമ്മയും അച്ഛനും തമ്മിൽ എന്തൊക്കെയോ പിണക്കങ്ങൾ ഉണ്ടെന്നാണ് എന്ന് ഐശ്വര്യ പറയുന്നു. ശ്യാമയോട് തന്നെ അമ്മയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ ഐശ്വര്യ പറഞ്ഞേൽപ്പിക്കുന്നു. അങ്ങനെ ശ്യാമ പോവുകയും ചെയ്തു. ആ സമയം കിച്ചണിലേക്ക് പോവുകയാണ് അമൃത. വസുന്ധരയുടെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്ന് ഐശ്വര്യയ്ക്കറിയാം. ജഗൻ ചെയ്ത ആ പണിയാണ് ഇതിനെല്ലാം കാരണം. ശേഷം ശ്യാമ വസുന്ധരയെ വിളിക്കാനായിട്ട് മുറിയിലേക്ക് വന്നു. ആദ്യം അമ്മയെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചപ്പോൾ അമ്മ വേണ്ടാന്നാണ് പറയുന്നത്. പിന്നെ 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് വസുന്ധരയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്യാമ പറയാൻ തുടങ്ങിയപ്പോൾ എന്നെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ എണീക്കുകയാണ് വസുന്ധര. അത് കണ്ട് ശ്യാമ ഞെട്ടി നിൽക്കുന്നു. എന്താ അമ്മ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കതക് കുറ്റിയിടുകയാണ് വസുന്ധര. നീ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നോട് മറച്ചു വെച്ചിരിക്കുന്നത്? മുമ്പ് എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അതിൽ പശ്ചാത്തപിച്ചു. ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങി. പക്ഷേ എന്റെ സ്നേഹത്തിന് നീ തീരെ വില തരുന്നില്ല. പലതും മറച്ചു വെക്കുകയാണ് നീ. അശ്വതിയെക്കുറിച്ച് നിനക്ക് എല്ലാം അറിയാല്ലേ? കള്ളം പറയാൻ ശ്രമിക്കണ്ട, ഞാൻ എല്ലാം അറിഞ്ഞു. അശ്വതിയുടെ യഥാർത്ഥ പേര് അഭിരാമിയാണെന്ന് നിനക്കറിയാമല്ലേ എന്നും വസുന്ധര ചോദിച്ചപ്പോൾ അത് കേട്ട് ശ്യാമ ഞെട്ടലോടെ നിൽക്കുന്നു. അശ്വതിയും അരുണുമായിട്ടുള്ള ബന്ധവും അറിയാം. എല്ലാം അറിയാമേ, എനിക്ക് എല്ലാം അറിയാം. അമൃതയെടുത്തേക്കും എല്ലാം അറിയാം. അന്ന് അമൃതയെടുത്ത് എന്നോട് ദേഷ്യം കാണിച്ചതിന്റെ പിന്നിൽ അശ്വതി ചേച്ചിയായിരുന്നു. അശ്വതി ചേച്ചിയും ആദ്യേട്ടനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അമൃതയെടുത്ത് തെറ്റിദ്ധരിച്ചു. ഞാനും അശ്വതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയുമോ എന്ന് വസുന്ധര ശ്യാമയോട് ചോദിച്ചു. അതും അറിയാം. അമ്മയാണ് അശ്വതി ചേച്ചി അരുണേട്ടിൽ നിന്നും അകറ്റാൻ മുമ്പിൽ നിന്നത് എന്നും അറിയാം.
അമ്മ അശ്വതി ചേച്ചിയെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു എന്നും അറിയാം. അമ്മ ഒട്ടും പേടിക്കണ്ട. ഈ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അമൃതേട്ടത്തിൽ നിന്ന് പോലും ഞാനിത് മറച്ചു വെച്ചത് എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഈ സമയം വസുന്ധരയുടെ മുറിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് ഐശ്വര്യ. വസുന്ധര ശ്യാമയോട് പറയുന്നു, ശ്യാമേ, നമ്മുടെ കുടുംബം വലിയൊരു പ്രതിസന്ധിയിലാണ്. ഉലയുന്ന ഒരു കപ്പലായിപ്പോയി. ഇത് മുങ്ങാതെ നോക്കേണ്ടത് നീയാണ്. വാതിലിൽ ചെവിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട് ഇത് കേൾക്കാൻ വേണ്ടി ഐശ്വര്യ. പക്ഷേ കേൾക്കുന്നില്ല ഒന്നും. അമ്മ പേടിക്കണ്ട, ഇതാരും അറിയാൻ പോകുന്നില്ല. പിന്നെ ആദ്യേട്ടന് കൂടി അമ്മ ഒന്ന് പറയണം, ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന്. ഇനി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു, ആദ്യേട്ടനും അമൃതയും തമ്മിലുള്ള പ്രശ്നം ഈ വീട്ടിലുള്ള അമ്മയും അറിഞ്ഞു. ഇനി എല്ലാം പൊളിച്ചെടുക്കണമെന്നും ഐശ്വര്യ വിചാരിക്കുന്നുണ്ട്. ഇതേസമയം ശ്യാമ അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. അമ്മ പേടിക്കണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം. അങ്ങനെ വാതിൽ തുറന്ന് ശ്യാമ പുറത്തേക്ക് പോകുന്നു. പെട്ടെന്ന് ഐശ്വര്യ അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട്. എന്നാൽ ഐശ്വര്യയെ ശ്യാമ കാണുന്നു. എന്തേ അമ്മ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ എന്ന് പരിഹാസത്തോടെ ഐശ്വര്യ ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു, അമ്മയ്ക്ക് നല്ല തലവേദന. കടുത്ത വേദനയാണോ? ഓരോ വേദനകൾ ശരീരത്തെ മാത്രമല്ല മനസ്സിനെ ബാധിക്കും അല്ലേ ശ്യാമേ? ഈ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നീയല്ലേ മാറ്റേണ്ടത്? നീയല്ലേ ഈ വീട്ടിലെ കാവൽ മാലാക എന്നൊക്കെ പരിഹാസത്തോടെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ഐശ്വര്യ എടുത്തി കാര്യങ്ങൾ ഇങ്ങനെയൊന്നും പറയരുതെന്ന് ശ്യാമ പറയുന്നു. പിന്നെയും ശ്യാമയൊന്ന് പുച്ഛിച്ച് പരിഹാസത്തോടെ മുകളിലേക്ക് പോവുകയാണ് ഐശ്വര്യ. ടെൻഷനോടെ ശ്യാമയും നിൽക്കുന്നു. ഐശ്വര്യ മുറിയിലേക്ക് വന്നപ്പോൾ അരുൺ മുറിയിലിരിക്കുകയാണ് ലാപ്ടോപ്പിൽ നോക്കി. ആ സമയം ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു, അശ്വതിയുടെയും ആദ്യേട്ടന്റെ കാര്യത്തിൽ അരുണിനെ ഇടപെടുത്തണം, എങ്കിലേ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാകൂ. അരുൺ ഇവിടെ കമ്പ്യൂട്ടർ എന്നും ഓഫീസ് ജോലി എന്നും പറഞ്ഞുകൊണ്ടിരുന്നോ. കുടുംബം ഇവിടെ നാനാവിധമാവാൻ പോവാണ്. എന്താണെന്നോ, അന്നിവിടെ വന്നില്ലേ അശ്വതി, ആ പെണ്ണിവിടെ തീ കോരിയിടും. അവിടെ അമ്മയും ശ്യാമയും തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അരുണെ, ഞാനൊരു കാര്യം പറയാം. നമ്മൾ രണ്ടുപേരും ഒഴികെ ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളൊന്നും അറിയുന്നില്ല എന്ന് മാത്രം. എന്നെ അവഗണിക്കുന്നത് പോട്ടെ, കാര്യങ്ങൾ എന്തായാലും അരുണിന്റെ അടുത്ത് പറയാലോ. അരുൺ പറയുന്നു, എന്നോട് ആരും ഒന്നും പറയണ്ട. എന്താ വാസ്തവമെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാനൊരു സത്യം പറയട്ടെ അരുണെ, ആദ്യേട്ടന് അശ്വതി അത്ര കണ്ട് ഇഷ്ടമാണെങ്കിൽ ഈ ലിവിങ് ടുഗദർ ഡിവോഴ്സൊക്കെ സാധാരണമാണല്ലോ. അത് കേട്ട് അരുൺ പറയുന്നു, അമൃതയെടുത്തെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് അശ്വതി ഇവിടെ കൊണ്ടുവരാന്നാണോ നീ പറയുന്നത്? അല്ല, ആദ്യേട്ടന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടത്തിയാൽ എന്താണ് എന്ന് ഐശ്വര്യ ചോദിക്കുന്നു. ദേഷ്യത്തോടെ അരുൺ പറയുന്നുണ്ട്, അത് ശരി, ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നു. അതെങ്ങനെയെങ്കിലും തീർക്കാനല്ല, ആളി കത്തിക്കാനാണ് നീ നോക്കുന്നത് അല്ലേ? എന്തായാലും സൂപ്പർ ഫാമിലി, ഞാൻ കത്തിക്കാതെ തന്നെ അത് ആളി കത്തിക്കോളും. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ശ്യാമയില്ലേ, ശ്യാമ, അവളാണ് ഇതിന്റെയൊക്കെ നടുവിൽ. എന്നോട് ചൂടാവുന്നത് പോലെ അവളോട് പോയി ചൂടാവ്. അവളാണ് ഇതിന്റെയൊക്കെ ഇടയിൽ. അത് കേട്ട് അരുൺ പറയുന്നു, ശ്യാമ ഇതിനിടയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്യാമയോട് ചോദിക്കും, നീ ഇതിൽ ഇടപെടണ്ട. ഒരു ഡിവോഴ്സും അവളുടെ ഒരു ലിവിങ് ടുഗദറും, നിനക്കിതൊക്കെ എങ്ങനെ പറയാൻ തോന്നി? ആദ്യേട്ടന്റെ അശ്വതിയെ പോലെ ആരെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് വരണമായിരുന്നു. അപ്പോഴായിരിക്കും നീ എങ്ങനെ പെരുമാറുമെന്ന് അറിയേണ്ടത്. അത് ആദ്യേട്ടന് സംഭവിച്ചതുപോലെ ഒരിക്കലും അരുണേട്ടന് സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ സംഭവിച്ചാൽ അപ്പോൾ അറിയാം എന്റെ പ്രതികരണം എന്താണെന്ന്. ശേഷം കണ്ണനോട് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ. കൃഷ്ണ, ഞാൻ അഖിൽ സാറിന്റെ ഭാര്യയായി ഈ വീട്ടിൽ വന്നത് മുതൽ അഖിൽ സാറിന്റെ അമ്മയ്ക്ക് എന്നോട് വെറുപ്പായിരുന്നു. ഞാൻ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആയത് മുതൽ എന്തോ ഒരു ഭാഗ്യം പോലെ അമ്മയ്ക്ക് എന്നോട് സ്നേഹം വന്നു തുടങ്ങി. ഒക്കെ അവസാനിക്കാൻ പോവാണ് കൃഷ്ണ. അമ്മയ്ക്ക് വീണ്ടും എന്നോട് ദേഷ്യം തുടങ്ങി. അശ്വതി ചേച്ചിയുടെ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടത് അമ്മയ്ക്ക് ദേഷ്യം തട്ടിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം കൃഷ്ണ? അശ്വതി ചേച്ചിയെ കൈവിട്ട് കളയാൻ കഴിയുന്നില്ല. പാവമല്ലേ ആ ചേച്ചി? അതുമല്ല, അശ്വതി ചേച്ചിയുടെ കാര്യത്തിൽ ഇത്രയും ദേഷ്യം വന്നു. ഇനിയിപ്പോ ഞാൻ പാട്ടുകാരിയാണെന്നുള്ള സത്യം മറച്ചു വെച്ചതിന്. അത് മാത്രമല്ല, കൃഷ്ണ തുളസി ഞാനാണെന്നും പിന്നെ വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ഞാനാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാലോ? അമ്മയ്ക്ക് എന്തുമാത്രം ദേഷ്യമാവും കൃഷ്ണ എന്നൊക്കെ ശ്യാമ വളരെ സങ്കടത്തോടെ കണ്ണനോട് പറയുന്നു. ആ സമയം അമൃതയും അവിടെ എത്തി. എന്താ ശ്യാമേ, അമ്മ ഭക്ഷണം കഴിക്കാൻ വരാത്തത്? അമ്മയെ വിളിക്കാൻ പോയ നീയും വിഷമത്തോടെയാണല്ലോ വന്നത്. അത് കേട്ട് ശ്യാമ പറയുന്നു, എടത്തി, അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അശ്വതി ചേച്ചി അഭിരാമിയാണെന്നും പിന്നെ അരുണേട്ടന്റെ കാമുകിയാണെന്നും ഉള്ള സത്യങ്ങളെല്ലാം അറിഞ്ഞു. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് അമൃത ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു, ഞാനെല്ലാം തുറന്നു പറഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും കാര്യങ്ങളൊക്കെ അറിയാമെന്നും പറഞ്ഞു. നീ ഇത് പറയണ്ടായിരുന്നു ശ്യാമേ എന്ന് അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു, എടത്തി, ഈ കാര്യങ്ങളൊക്കെ അമ്മ അറിയുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അമ്മ തന്നെയാണ് ഈ കാര്യത്തിൽ ശക്തമായി ഇടപെടേണ്ട ആള്. കാര്യങ്ങളൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മൾ അറിഞ്ഞിട്ട് ഇത്രയും നാളും മറച്ചു വെച്ചു എന്നറിഞ്ഞാൽ അമ്മയുടെ മനസ്സിലത് പകയുണ്ടാക്കും. എടത്തി പേടിക്കണ്ട, എല്ലാത്തിനെയും ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. അതെന്ത് പറച്ചില്ല ശ്യാമേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് പേടിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു വലിയ രഹസ്യം അമ്മ അറിഞ്ഞു. ഇനി അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. സത്യത്തിൽ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തും സംഭവിക്കാം. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി അമ്മ എന്തും ചെയ്യും.
പണ്ട് അരുണിനെയും അശ്വതിയും തമ്മിൽ അകറ്റിയതേ ഉള്ളൂ എങ്കിൽ ഇന്ന് അശ്വതിയെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തും ചെയ്യും. ശ്യാമെ, ഈ കുടുംബത്തിന്റെ അഭിമാനം വിട്ടുകൊടുക്കില്ല ഒരിക്കലും അമ്മ. അത് രക്ഷിക്കാൻ വേണ്ടി അമ്മ ഏതറ്റം വരെയും പോകും. ഇതിനിടയിൽ പെടാൻ പോകുന്നത് നമ്മൾ രണ്ടുപേരുമായിരിക്കും എന്നൊക്കെ വിഷമത്തോടെ അമൃത പറയുന്നു. ഏട്ടത്തി, എന്ത് വന്നാലും ശരി, ഈ പ്രശ്നത്തിൽ ഏട്ടത്തെ ഞാൻ വലിച്ചിടില്ല. ഏട്ടത്തി നേരത്തെ തന്നെ കുറെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും വരട്ടെ, നമുക്കെല്ലാം നേരിടാം എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അമൃത ടെൻഷനോടെ പറയുന്നു. ശ്യാമെ, ഇനി അമൃത അറിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ സമയം വസുന്ധര വളരെ ടെൻഷനോടെ അശ്വതി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അരുൺ വസുന്ധരയുടെ മുറിയിലേക്ക് വന്നു. അമ്മേ, എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് അരുൺ പറഞ്ഞതും ഞെട്ടലോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് വസുന്ധര. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.